എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ പറയുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിൽ എന്ന പോലെ 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലും ചില സംഭവങ്ങളെ, 1-ാം അധ്യായത്തിൻ്റെ തുടർമാനമായുള്ള ചില സംഭവങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് 2-ാം അധ്യായം ഇവിടെ ആരംഭിക്കുന്നത്. 1-ാം അധ്യായത്തിൽ താൻ പറയുന്നു, പത്രോസിനെ കാണേണ്ടതിന് യെരുശലേമിൽ പോയെങ്കിലും കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇപ്പോൾ ഒറ്റയ്ക്കല്ല, തൻ്റെ കൂട്ടുപ്രവർത്തകരായ ബർണബാസും തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോയി. ഒരു വെളിപ്പാടും ഒരു നിയോഗവും അനുസരിച്ചാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ജാതികളുടെ ഇടയിൽ താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണെന്നും ആ സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള തീത്തോസ്, പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് യവനനായിരുന്നു, ഗ്രീക്കുകാരനായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനല്ല. അപ്പോൾ യവനായ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രീക്ക് മതത്തിൽ നിന്ന് ക്രിസ്തുവിനെ വിശ്വസിച്ച് വന്നയാളാണ്. എന്നാൽ മലയാള ബൈബിളോടെ പറയുന്നു, അവനെ ആരും പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിച്ചില്ല. എന്നാൽ മറ്റൊരു പരിഭാഷ, ആംപ്ലിഫൈഡ് ബൈബിൾ പരിഭാഷയിൽ പറഞ്ഞു, ചിലർ അതിനു വേണ്ടി മുതിർന്നു. തീത്തോസിനെ പരിച്ഛേദന ഏൽപ്പിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കിയെങ്കിലും പൗലോസ് അണുവിട പോലും വിട്ടുകൊടുക്കാത്തതുകൊണ്ട്, ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല എന്ന വാക്ക്, അതായത് സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടവന് ഒരു നാഴിക പോലും അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ ആ യെരുശലേമിലെ മൂപ്പന്മാർക്കോ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന യഹൂദ പാരമ്പര്യ വിശ്വാസികൾക്കോ വഴങ്ങിക്കൊടുക്കാതെ സുവിശേഷത്തിൻ്റെ സത്യത്തിനു വേണ്ടി ശക്തമായി ദൃഢമായി പൗലോസ് കൂട്ടരും ഉറച്ചു നിൽക്കുകയായിരുന്നു. അടുത്ത പ്രമാണികൾ എന്ന് പറയുന്ന ആ അപ്പോസ്തലനായ പത്രോസും യാക്കോബും യോഹന്നാനെയും കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പ്രമാണിമാർ ആരായിരുന്നാലും എനിക്ക് ഏതുമില്ല, കാരണം പ്രമാണിമാർ എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അത് 1-ാം അധ്യായത്തിൽ തന്നെ താൻ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ലഭിച്ചൊരു വെളിപ്പാടാണ് ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ വെളിപ്പാട്. തനിക്ക് മുൻപ് അപ്പോസ്തലന്മാരായവരോ അല്ലെങ്കിൽ പരീശന്മാരോ തൻ്റെ ജഡബന്ധ മാംസരക്തങ്ങളോ ഒന്നും തനിക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ച വെളിപ്പാടാണ് ജാതികളുടെ ഇടയിൽ സുവിശേഷമായി പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെ പൗലോസ് അവരോട് വിശദീകരിക്കുമ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. 2, പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെ വ്യാപരിച്ചതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞു. പത്രോസിനോടുകൂടെ എങ്ങനെയാണ് ദൈവം യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് തൻ്റെ കൃപയുടെ വ്യാപാരത്തെ അയച്ചത്, അതേപോലെ പൗലോസിനോടും ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ട സുവിശേഷത്തിനായി ഒരു ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു എന്നത് മൂപ്പന്മാർക്ക് തിരിച്ചറിവ് ലഭിച്ചപ്പോൾ അവർ പറഞ്ഞു, അഗ്രചർമ്മക്കാരുടെ സുവിശേഷ ഘോഷണം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണെന്ന് കണ്ടിട്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട്, ആർക്ക്? പൗലോസിന് ലഭിച്ച ഈ സുവിശേഷത്തിൻ്റെ, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കേണ്ട സുവിശേഷത്തിൻ്റെ കൃപ ലഭിച്ചു എന്നത് അറിഞ്ഞിട്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം തനിക്കും ബർണബാസിനും വലം കൈ തന്നു. അപ്പോൾ പത്രോസും കൂട്ടരും അവിടെ ഇവരുടെ സുവിശേഷത്തെ പിന്തുണയ്ക്കുകയാണ്. ഈ ഒരു പിന്തുണ മൂപ്പന്മാരിൽ നിന്ന് പിന്തുണ കിട്ടണമെന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, പക്ഷെ താൻ എന്ത് പ്രസംഗിക്കുന്നു എന്നത് മൂപ്പന്മാരും അറിയണമെന്നത് പൗലോസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതാണ് ആദ്യത്തെ 1 മുതൽ 10-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. എന്നാൽ 11 മുതൽ അടുത്ത ഭാഗത്തിലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. പത്രോസ് അന്ത്യോക്യയിലേക്ക് വരികയാണ്. കേഫാവ് എന്ന് എഴുതിയിരിക്കുന്നത് പത്രോസിൻ്റെ മറ്റൊരു പേരാണ്. കേഫാവ് അന്ത്യോക്യയിൽ വന്നപ്പോൾ പത്രോസിലൊരു കുറ്റം പൗലോസ് കണ്ടു. അത് മറ്റൊന്നുമല്ല, യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും വരെ, അതായത് പത്രോസ് വന്ന് കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം യെരുശലേമിൽ നിന്ന് യാക്കോബ് എന്ന അപ്പോസ്തലൻ്റെ അടുക്കൽ നിന്ന് കുറേ ആളുകൾ വന്നു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ യാക്കോബ് എന്ന അപ്പോസ്തലനെ കുറിച്ച് പല വേദപണ്ഡിതന്മാരും ന്യായപ്രമാണം അനുസരിക്കണമെന്നോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കുറച്ചുകൂടെ കൂടുതൽ കൂറു പുലർത്തിയിരുന്ന ഒരു അപ്പോസ്തലനായിരുന്നു യാക്കോബ് എന്ന അപ്പോസ്തലൻ. അപ്പോൾ തൻ്റെ അടുക്കൽ നിന്ന് ചില യഹൂദന്മാർ അന്ത്യോക്യ സഭയിലേക്ക് സന്ദർശനത്തിന് വന്നപ്പോൾ അന്ന് വരെ
ജാതികളായ ജാതീയ വിശ്വാസികളോടുകൂടെ തിന്നു പോന്നിരുന്ന അല്ലെങ്കിൽ കൂടെ ഇരുന്ന് ഭക്ഷിച്ച അവരോട് ഏറ്റവും അടുത്തിടപഴകിയിരുന്ന പത്രോസ് പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ഒന്ന് പിരിഞ്ഞു നിന്നു. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെയും അവരോട് അടുത്തിടപഴകാതെയും അല്പം ഒന്ന് അകലം പാലിച്ചു. ഇത് കണ്ടിട്ട് ശേഷം ഉണ്ടായിരുന്ന യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചു, ഒരു ഇരട്ട മുഖം കാണിച്ചു. ഇന്നലെ വരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ ഇന്ന് പെട്ടെന്ന് ആ കൂട്ടായ്മയൊക്കെ വിട്ട് മാറിയിരുന്ന് കുറേ കൂടെ അവരെക്കാൾ എന്തോ വലിയ ശ്രേഷ്ഠതയുള്ള വിശുദ്ധന്മാരെന്ന പോലെ ഭാവിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാതെയും അവരോടിരുന്ന് ഭക്ഷണം കഴിക്കാതെയും അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് വിലകി നിന്നു. ഇത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ മാത്രമല്ല, ഈവൻ പൗലോസിൻ്റെ ശിഷ്യനായ ബർന്നബാസ് അടക്കം, പൗലോസിൻ്റെ കൂട്ടു സഹോദരനായ ബർന്നബാസ് അടക്കം ആ കപടത്താൽ തെറ്റിപ്പോകുവാനിട വന്നു. അപ്പോൾ പൗലോസിന് കോപം വന്നു. കാരണം സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ചല്ല പത്രോസ് പോലും പ്രവർത്തിക്കുന്നതെന്ന് കണ്ടിട്ട് പത്രോസിൻ്റെ മുഖത്ത് നോക്കി ശക്തമായി ഒരു പ്രതിഷേധം പൗലോസ് അറിയിക്കുകയാണ്. അതിനോട് യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നതെന്ത്? നീ യഹൂദനാണ്, പക്ഷെ ഇപ്പം നീ ജീവിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ വന്ന നീതീകരണത്തിലാണ്. യഹൂദനെ പോലെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ചാൽ നീതി കിട്ടുമെന്നുള്ള വിശ്വാസമല്ല ഇപ്പോൾ നിനക്കുള്ളത്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ജാതികളെ വിലക്കിയിട്ട് ജാതികളെയും നീ ന്യായപ്രമാണം അനുസരിക്കണം എന്നുള്ള ആ ഒരു തെറ്റായ ഒരു നടപടിയിലേക്ക്, തെറ്റായ ഒരു രീതിയിലേക്ക് നീ അവരെ വലിച്ചു കൊണ്ടുപോകത്തക്ക വിധമാണ് ഈ നിന്റെ പ്രവർത്തികൾ പ്രേരകമാകുന്നതെന്ന് പൗലോസ് പത്രോസിനോട് എതിർത്ത് നിൽക്കുകയാണ്. പിന്നെ പറയുന്നത്, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ. ഇത് പൗലോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രസ്താവനയാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുകയില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. വൈ വി ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ്? എന്തിനാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചത്? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരണം വരത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇവർ വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിച്ച് ജീവിച്ച ഇവരിപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ചെറിയൊരു വ്യതിചലനം സംഭവിച്ചപ്പോൾ പൗലോസ് അതിന് വഴങ്ങിക്കൊടുത്തില്ല. അതിനോട് ശക്തമായി പൗലോസ് എതിർത്ത് നിൽക്കുകയാണ്. പത്രോസ് ആരാന്ന് ഓർക്കണം. പത്രോസ് അപ്പോസ്തലന്മാരിൽ പ്രധാനിയാണ്. ആ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പോപ്പെന്ന് വേണമെങ്കിൽ അത്രയും ശക്തനായ പത്രോസിനോട് പൗലോസ് സുവിശേഷത്തിൻ്റെ സത്യത്തിനു വേണ്ടി എതിർത്ത് നിൽക്കുകയാണ്. അതാണ് പൗലോസിൻ്റെ സുവിശേഷത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ഈ 2-ാം അധ്യായത്തിൽ വളരെ പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലോസ് ഈ 19, 20, 21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടവന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ മരിച്ചു. എങ്ങനെ മരിച്ചു? ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. എന്ന് വെച്ചാൽ ഇനി ന്യായപ്രമാണത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല. ന്യായപ്രമാണത്തെ എനിക്ക് പിന്തുടരുവാൻ കഴിയത്തില്ല. ന്യായപ്രമാണത്തെ എനിക്ക് അനുസരിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ ന്യായപ്രമാണത്തിൻ്റെ മുമ്പിൽ മരിച്ചിരിക്കുകയാണ്. സോ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അടുത്ത 19-ാം വാക്യം 20-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്താണ് ആ പ്രസ്താവനയുടെ അർത്ഥം? എന്താണ് അതിനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബൈബിളിലും ഇങ്ങനെയാണ്, അതുപോലെ ആംപ്ലിഫൈഡ് ബൈബിളിലും പറഞ്ഞിരിക്കുന്നത്, മൈ ഓൾഡ് ഐഡൻറ്റിറ്റി ഹാസ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. എൻ്റെ പഴയ വ്യക്തിത്വം, എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടത് പുതിയ മനുഷ്യനല്ല, ക്രൂശിക്കപ്പെട്ടത് പഴയ മനുഷ്യനാണ്. ആമേൻ. ആ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശൗലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിനു വേണ്ടി വാദിക്കുകയും ന്യായപ്രമാണത്തിനു വേണ്ടി മല്ല് ചെയ്യുകയും ന്യായപ്രമാണത്തിനു വേണ്ടി ജാതീയ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ മുടിച്ചു കളയാനും എരിവുണ്ടായിരുന്ന ഒരു പരീശൻ്റെ ഐഡൻറ്റിറ്റിയാണ്
ആ പഴയ ഐഡൻറ്റിറ്റി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ആ പരീശൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല, ബെന്യാമീൻ ഗോത്രക്കാരൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല. മറ്റൊരു ഭാഗത്താൻ പറഞ്ഞു തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നാണ്. ഇതൊക്കെ തനിക്കൊരു നേട്ടമായിരുന്നു. റോമ പൗരൻ, തർസോസിൽ നിന്നുള്ളവൻ, ഗമാലിയലിൻ്റെ ശിഷ്യൻ, ഇങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ ജഡീകമായി തനിക്ക് പറയാനുണ്ട്. ഇതെല്ലാറ്റിനെയും ക്രിസ്തുവിനോടുകൂടെ താൻ ക്രൂശിൽ തറച്ചു. ഇനി ഇപ്പോൾ തന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവെന്ന ഒരു പുതിയ മനുഷ്യനാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തെ തന്നിൽ വസിച്ചുകൊണ്ട് നടത്തുന്നു, അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നുവെന്ന് പൗലോസ് ഉറപ്പിക്കുക. ഇപ്പോൾ ഒരു പുതിയ ലൈഫ്, ക്രൈസ്റ്റ് ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. ക്രിസ്തുവിലുള്ള ജീവിതമല്ല, ക്രിസ്തു എന്ന ജീവിതമാണ് ഇപ്പോൾ പൗലോസ് നയിക്കുന്നതെന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാം വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുമ്പ് നാം ജനിച്ച നമ്മുടെ പശ്ചാത്തലം, ജീവിത പശ്ചാത്തലം, പശ്ചാത്തലം, അങ്ങനെയുള്ള ഒരുപാട് ജാതീയ പശ്ചാത്തലം, നിറത്തെ നോക്കി, ജാതിയെ നോക്കി, ഇങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇന്ന് നിനക്കുള്ളത്. ആ ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ്. അങ്ങനെ ആ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുമ്പോൾ ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെങ്കിലും പേരിൽ ഇന്ന് നാം ആരെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിൽ, ഉപേക്ഷയായി വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ ഇനിയും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിൽ ക്രിസ്തു വസിക്കുന്നു. എന്നിൽ വസിക്കുന്ന ക്രിസ്തു എൻ്റെ ശരീരത്തിലൂടെ ആ ക്രിസ്തുവിൻ്റെ ലൈഫ് ജീവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയിലേക്ക് എൻ്റെ ജീവിത ശൈലിയെ രൂപാന്തരപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് താൻ ഉദ്ദേശിക്കുന്നത്. ആ അകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് പുതിയ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ, സ്വർഗീയ മനുഷ്യൻ, രണ്ടാം ആദാം എന്നിങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. പൗലോസ് മറ്റൊരു റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതും ആ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതും തന്നെ അത്യധികം സ്നേഹിച്ച് തനിക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസമാണ് ഈ പുതിയ മനുഷ്യൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് പുതിയ മനുഷ്യൻ്റെ ജീവിതത്തെ പോഷിപ്പിക്കുന്നത്. മറിച്ച് ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളോ ഏതെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളോ നിയമങ്ങളോ അനുഷ്ഠിക്കുന്നത് കൊണ്ടല്ല. പിന്നെ പൗലോസ് പറയുക, ന്യായപ്രമാണത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയെ വൃഥാവാക്കുന്നു. അതെ, ഈ കാലഘട്ടത്തിലും നിങ്ങൾ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ യഹൂദനാകാം, മറ്റാരാളാകാം, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നിങ്ങൾ വൃഥാവാക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾ വൃഥാവാക്കുകയാണ്. ആമേൻ. അപ്പോൾ എൻ്റെ മേൽ പകർന്ന, അല്ലെങ്കിൽ നമ്മുടെ മേൽ പകർന്ന ദൈവകൃപയുടെ ആ ആധിക്യത്തെ, അല്ലെങ്കിൽ ദൈവകൃപയെ വൃഥാവാക്കാതിരിക്കണമെങ്കിൽ പൂർണ്ണമായും ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവനായി ജീവിക്കുക എന്നതാണ് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യായപ്രമാണത്തിൽ നീതി കണ്ടെത്താൻ കഴിയുമായിരുന്നു എങ്കിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, അവൻ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പൗലോസ് ഗലാത്യ സഭയെ ബോധ്യപ്പെടുത്തുകയാണ്. 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പത്രോസ് സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ തന്നോട് എതിർത്ത് നിന്നതും, ഈ 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ന്യായപ്രമാണം അനുസരിച്ചതുകൊണ്ട് നീതി ലഭിക്കുകയില്ല, മറിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതിമാന്മാരായിത്തീരുന്നത് എന്നുള്ളതുമാണ് ഇതിൽ പ്രധാനപ്പെട്ട സന്ദേശം. ഈ സന്ദേശം നമ്മെ കർത്താവിൽ നിലനിർത്തട്ടെ. നമ്മുടെ ഹൃദയത്തിലും ഈ സന്ദേശങ്ങളെ ഉറപ്പിക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ ദൈവമുൻപാകെ നീതിമാന്മാരായി തീരുന്നത്, മറിച്ചത് ഏതൊരു മതത്തിൻ്റെയോ മറ്റേതെങ്കിലും ഒരു ആചാരങ്ങളുടെ അനുഷ്ഠാനം കൊണ്ടല്ല. ജസ്റ്റ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.